കരുണേ, നീ ഒരു സന്തോഷ വാർത്ത കേൾപ്പിച്ചല്ലേ? അതിന് എന്റെ ഒരു ചെറിയ സമ്മാനം. ഇതുപോലെ സമ്മാനങ്ങളുമായിട്ടേ ഭാര്യയും വന്നായിരുന്നു. അത് ഞാൻ വേണ്ടാന്ന് പറഞ്ഞു കഴിഞ്ഞു. അത് തന്നെയാ എനിക്കിപ്പോഴും പറയാനുള്ളത്. എന്താ കരുണ ഇത്? ഏട്ടൻ സന്തോഷത്തോടെ വാങ്ങിക്കൊണ്ടു വന്നല്ലേ, അത് വാങ്ങിക്കൂടെ? വാങ്ങിച്ചോ മോളെ. ലക്ഷ്മി, നീ പേടിച്ചാ മതി. കണ്ണനൊന്നുമില്ലെങ്കിലും ഉണ്ണിയുടെ ചേട്ടനല്ലേ. അതിന്റെ മാന്യത എന്താണെങ്കിലും അവൻ കാണിക്കുന്നുള്ള കാര്യം ഉറപ്പാ. എന്നെക്കാളും മാന്യത കാണിക്കുന്ന കൂട്ടത്തിലാ കരുണയുടെ ചേച്ചി. അതുകൊണ്ട് എന്റെ ഭാര്യ വാങ്ങിക്കൊണ്ടുവന്നത് എന്തായാലും അത് വേണ്ടാന്ന് പറഞ്ഞ സ്ഥിതിക്ക് ഇതും വാങ്ങിക്കണമെന്നില്ല. അയ്യോ, അത് മോൾക്ക് നേരത്തെ മഹാലക്ഷ്മിയോടുള്ള ദേഷ്യത്തിന് ചെയ്തതാ. നീ അതങ്ങ് കൊടുക്കണ. ഇങ്ങതാ. ദാ മോളെ. പിടിക്കും മോളെ. ഇനിയിപ്പൊ ഇതിന്റെ പേരിലൊരു വഴക്കുണ്ടാക്കല്ലേ കണ്ണാ. നീയും മഹാലക്ഷ്മിയും കൂടെ മോളുടെ ബർത്ത്ഡേക്ക് വീട്ടിലേക്ക് വന്നപ്പോ ഇനി നിങ്ങൾ എന്താ ചെയ്യേണ്ടെന്നൊക്കെ ഞങ്ങൾ പറഞ്ഞായിരുന്നല്ലോ. അത് തന്നെയാ ഇപ്പോഴും പറയുന്നത്. ഇനി ഇവർക്ക് ജനിക്കാൻ പോകുന്ന കുഞ്ഞാ നിങ്ങളുടെയും കുഞ്ഞാ. അത് വേണ്ടാന്ന് എനിക്ക് വേണമെങ്കിൽ പറയാം. എന്നാലും എന്റെ അനിയന്റെ അനിയത്തിയുടെയും കുഞ്ഞ് ഞങ്ങളുടെ കുഞ്ഞ് തന്നെയാ. അതുകൊണ്ട് കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ ഒരു മത്സരത്തിന് ഞങ്ങളില്ല. അയ്യോ, അങ്ങനെ അങ്ങ് പോയാലേ നിങ്ങൾക്കൊരു ജീവിതം ഉണ്ടെന്ന് തോന്നും. അല്ലെങ്കിലേ കുറച്ചു കഴിയുമ്പോ എന്തിനാ ഇങ്ങനെ ജീവിക്കുന്നെന്ന് തോന്നി തുടങ്ങിയ പിന്നെ തരിശാ കണ്ണാ. ജീവിതം വെറും തരിശാ. അങ്ങനെ തരിശായ ഒരു ജീവിതത്തിൽ സ്നേഹിക്കാൻ ഒരു ഭാര്യ ഉണ്ടെങ്കിൽ എന്റെ ജീവിതത്തിൽ കുറച്ച് പച്ചപ്പൊക്കെ ഉണ്ടാവും മുത്തശ്ശി. ഈ അഹങ്കാരോ എനിക്ക് സഹിക്കാൻ പറ്റാത്ത. പോട്ടെ മോളെ, അവൻ ആഗ്രഹിച്ചോട്ടെ. ഇനി എത്ര അഹങ്കരിച്ചാലും അവന്റെ പോരായ്മയെ അവനെ വിട്ടു പോകാൻ പോകുന്നില്ലോ ഈ ജന്മം. ചികിത്സിച്ച ഭേദമാകാത്ത രോഗമുള്ളവൻ അതിന്റെ അമർഷം മാറ്റാൻ ഇങ്ങനെയൊക്കെ ഓരോന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കും. അത് മോള് വിട്ടുകളാ. അപ്പോഴേ ഞങ്ങൾ പോയിട്ട് ഇടയ്ക്ക് വരാം. മോളുടെ മേലൊരു ശ്രദ്ധ വേണം. അമ്മയ്ക്ക് നോക്കും. പിന്നെ ചോദിക്കാനൊരു കാര്യം വിട്ടു. ആ പയ്യനിപ്പോ എങ്ങനെയുണ്ട്? നമ്മുടെ മേഘനെ. അവന് കുഴപ്പമൊന്നും ഇല്ലെന്നാ കേട്ടത്. ആ ഇടിച്ച ലോറിയെ പറ്റി എന്തെങ്കിലും വിവരം കിട്ടിയായിരുന്നോ? ഒന്നും അറിയത്തില്ല. ഏതോ കണ്ണീ ചൊരയില്ലാത്തവന്മാര് കൊണ്ട് ഇടിച്ചിട്ട് പോയതല്ലേ. ആ ലോറി ഓടിച്ചവനും അതിന്റെ മുതലാളിയും മുടിഞ്ഞു പോത്തതേ ഉള്ളൂ. അയ്യോ,
ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.